നമുക്കിനി ഫിഫ്ത്ത് പാറ്റേണിലോട്ട് നോക്കാം. ഓക്കെ, നമുക്ക് ഫിഫ്ത്ത് പാറ്റേൺ എന്താ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ബേസ്ഡ് പാറ്റേണാണ്. നമ്മൾ ഇത്രയും ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കുലർ പാറ്റേൺ ആയിരുന്നു. ഇത് നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾഡ് പാറ്റേൺ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകണം. കുറച്ച് ക്വസ്റ്റ്യൻ ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ബേസ്ഡ് പാറ്റേൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം വന്നത്? അതായത് നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ, നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് i = 1, 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടം വരെയും പോകണം? 4 വരെയും പോകണം. ഓക്കെ, അല്ല സോറി, 1 2 3 4 റോസ് 4 വരെയും പോകണം. ഓക്കെ, എന്താണ് i++? നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ, ഫസ്റ്റ് 4 ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത പോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ. ഓക്കെ, അടുത്തതിൽ എന്താ? j = 1. ഓക്കെ, j = 1. ഓക്കെ, അടുത്തത് ഇവിടെയാണ് മെയിൻ മാറ്റം വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെ. j < i. അതായത് അതെന്തിനാണ് j < i? അതായത് ഇപ്പോൾ കണ്ടു, ഇവിടെ എന്താണ്? ഇവിടെ റോ എത്രയാണ്? i എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ എന്താ? j1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ jയും 1. ഇവിടെ എന്താ? i എന്ന് പറഞ്ഞാൽ 2 ആണ്, കാരണം റോയിൻ്റെ നമ്പർ 2 ആണ്. നമ്പർ 2 സെക്കൻഡ് റോ ആണിത്. അപ്പോൾ എന്തായിരിക്കണം? ഇവിടെ j എന്ന് പറയുന്നത് 2 ആയിരിക്കണം. ഇത് തേർഡ് റോ ആണ്, അപ്പോൾ j എന്ന് പറയുന്നത് 3 ആയിരിക്കണം. ഇത് ഫോർത്ത് റോ ആണ്, അപ്പോൾ j എന്ന് പറയുന്നത് 4 ആയിരിക്കണം. ഇതിനാണ് നമ്മൾ j < i. അത് കൊടുത്താലേ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ j < i, j++. ഓക്കെ, ഇനി എന്താണ്? system.out.print. ഇവിടെ എന്താണ്? നമുക്ക് സ്റ്റാർ ബേസ് ആയിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇതിനകത്ത് ഫുള്ള് സ്റ്റാറാണ്. അപ്പോൾ സ്റ്റാറാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? system.out.print ഡബിൾ കോഡ്സിൻ്റെ അകത്ത് സ്റ്റാർ കൊടുത്ത്. ഇതെങ്ങനെയാണ് കോഡ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, int i = 1, i < 4. കണ്ടീഷൻ കറക്റ്റാണ്, jയിലോട്ട് വരും. ഓക്കെ, j = 1, j < i. ഇവിടെ i എന്താണ്? 1 ആണ്. j j 1 ആണ്. അപ്പോൾ j < 1 കറക്റ്റാണ്, കാരണം j = 1, 1 = 1 ആണ്. അപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യും? സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും, ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് j++ ആകുമ്പോൾ 2i, 2 < 1 അല്ല, കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? പ്രിൻ്റ് വരും. ഓക്കെ, അപ്പോൾ കേഴ്സർ താഴത്തോട്ട് വരും. ഓക്കെ, ഇവിടെ നേരെ എന്താവും? i++ ആവും. ഇപ്പോൾ എന്തായി? i 2i < 4 ആണ്, കറക്റ്റാണ്. jയിലോട്ട് വരും. j = 1, 2 < 1 < 2 ആണ്, കറക്റ്റാണ്. സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. ഇവിടെ സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് ചെയ്യും? j++ ആവും. j++ ആകുമ്പോൾ എന്തായി? 2i, j എന്ന് പറഞ്ഞാൽ 2i. നമുക്കറിയാം ഇപ്പോൾ i ഇവിടെ 2 ആണ് ഓൾറെഡി. അപ്പോൾ എന്താവും? 2 < 2, 2 = 2 ആണ്, കണ്ടീഷൻ ശരിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നും കൂടി സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യും? j3 ആവും. 3 കണ്ടീഷൻ റോങ് ആയി. അപ്പോൾ എന്ത് വരും? പ്രിൻ്റ് വരും. അപ്പോൾ എന്താ? കേഴ്സർ ഇങ്ങോട്ട് വരും. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് ചെയ്യും? i++ ആവും. i 3i. ഓക്കെ, i < 4 കണ്ടീഷൻ കറക്റ്റാണ്, jയിലോട്ട് വരും. j = 1, j < i. j എന്താണ്? ഇവിടെ 1 ആണ്. i 3 ആണ്, കറക്റ്റാണ്. കണ്ടീഷൻ കറക്റ്റാണ്. 3-നെക്കാട്ടും ലെസ്സാണ് 1. അപ്പോൾ എന്ത് ചെയ്യും? സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് ചെയ്യും? j++ ആവും. j അപ്പോൾ എന്തായി? 2 < 3 കറക്റ്റാണ്. അങ്ങനെ എന്ത് ചെയ്യും? 3 വരെയും പ്രിൻറ്റ് ചെയ്യും. അടുത്തത് i++ ആവും, 4 ആവും. കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ എന്താ? ഇവിടെ അതുപോലെ തന്നെ 4 വരെയും പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് ഇവിടെ നിന്ന് പ്രിൻ്റല്ലോട്ട് കേഴ്സർ ഇങ്ങോട്ട് വരും. അവിടെ നിന്ന് എന്ത് ചെയ്യും? i++ ആവും. ++ ആകുമ്പോൾ 5i. 5 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ തെറ്റി, കാരണം < 4 അല്ല 5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ തെറ്റി. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ കോഡ് ബ്രേക്ക് ആവും. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്.